ഹലോ, ദേ ഈ ഒരു മുല്ലപ്പൂ കണ്ടോ? ഒരു കുഞ്ഞ് റോസപ്പൂവിൻ്റെ പോലെയുള്ളൊരു മുല്ലപ്പൂ. ഇത് പണ്ടേ നമ്മളെ നാട്ടിലൊക്കെ ഉള്ളതാണ്. ചക്കമുല്ല എന്നാണ് അറിയപ്പെടുന്നത്. 7 ലെയർ വരെ വരും. ഇതിൻ്റെ വലിയ ടൈപ്പും ഉണ്ട്, പക്ഷേ എനിക്ക് അത് കുറേ നാളായിട്ട് ഞാൻ അന്വേഷിക്കുക, കിട്ടിയില്ല. ഇതെനിക്ക് ഒരെണ്ണം ഈയിടെ ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഓൺലൈൻ ഇതുപോലെ ഒരു നേഴ്സറി, ഓൺലൈൻ നേഴ്സറി ഇങ്ങനെ പരസ്യം ചെയ്തപ്പോഴത്തേനും ഓർഡർ കൊടുത്ത് അങ്ങനെ വാങ്ങിച്ചതാണ്. വാങ്ങിച്ചിട്ടിപ്പോൾ 1 മാസമായി. ഇപ്പോൾ ഇതിനകത്ത് പൂ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട, ഇത് 3ാമത്തെ പൂവാണ്. കുഞ്ഞു മുട്ടുകളും ഉണ്ട്. അറബിക് ജാസ്മിൻ എന്ന് പറയും. അറബിക് ജാസ്മിൻ നല്ല മണവുമാണ്. പെറ്റിൽസ് 7 ലെയർ വരെ ഉണ്ട് കേട്ടോ. പിന്നെ ദേ അടുത്ത വിശേഷം, എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഈ വർഷം 2ാമതും പൂത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒറ്റ പൂവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം 8 പൂമുട്ട ഉണ്ടായതിൽ 3 എണ്ണം കൊഴിഞ്ഞു പോയി. ബാക്കി 5 എണ്ണം ഇതുവരെ ഹെൽത്തി ആയിട്ടുണ്ട്. ഇനി എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. 1 2 3 4 5 കണ്ടോ? അതുപോലെ നമ്മുടെ നക്ഷത്രമുല്ല ഇപ്രാവശ്യവും പൂത്തിട്ടുണ്ട്. ഇതിന്, ഈ നക്ഷത്രമുല്ലയ്ക്ക് നേഴ്സറിക്കാരൊക്കെ പറയുന്ന ഇരുവാച്ചി മുല്ല എന്നാണ്. എന്താണ് അങ്ങനെ ഒരു പേര് വരാൻ കാര്യമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിവള് എൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രക്കുട്ടി തന്നെ. ഇത് കണ്ടോ? സ്റ്റാർ പോലത്തെ പൂവ. നല്ല സ്മെല്ലാണ് ടെറസിലോട്ട് കയറിയാൽ. കണ്ടോ? പിന്നെ നമ്മുടെ ഭാസ്കര മുളക്, ബജിമുളകും ഒക്കെ, ബജിമുളകൊക്കെ കഴിയാറായി. ഇഷ്ടംപോലെ ഉണ്ടായതാണ്. പിന്നെ നമ്മുടെ ടെറസ് ഗാർഡനിലെ പുതിന എനിക്ക് 3 പാത്രത്തിലായിട്ട് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. ഒരു 2 ഡ്രം മുറിച്ചൊരു പാത്രത്തിലും ഒരു ചട്ടിയിലും. പിന്നെ ഉള്ളത് ഇത് കണ്ട, തെർമോക്കോളിൻ്റെ ബോക്സിലാണ്. തെർമോക്കോളിൻ്റെ വേറൊരു ബോക്സിൽ ഞാൻ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര കിളിർപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേന റീപ്ലാന്റ് ചെയ്യാൻ പറിച്ചപ്പോഴത്തേനും ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ. മൊത്തം നമ്മുടെ പിന്നെ മധുരക്കിഴങ്ങിൻ്റെ വള്ളി പടർന്ന് കയറി പിടിച്ച്, മധുരക്കിഴങ്ങും കിട്ടി നമുക്ക്. ഓറഞ്ച് കളറിലെ മധുരക്കിഴങ്ങില്ലേ, ലണ്ടനിലെ, അത് ഒരു 1-2 കിലോയോളം കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാം മധുരക്കിഴങ്ങിൻ്റെ വള്ളിയെല്ലാം പിഴുത് കളഞ്ഞ് ഒരു കുഞ്ഞി പീസേ കിളിർപ്പിച്ചിട്ടുള്ളൂ. ദേ ഈ ഒരു കുഞ്ഞി പീസേ ഞാൻ കിളിർപ്പിച്ചിട്ടുള്ളൂ. കാരണം 6 മാസത്തിനുള്ളിൽ ഇത് നല്ലോണം വളർന്ന് മൊത്തം കാടുപോലാവും. അപ്പം ഇതൊക്കെയാണ് ടെറസ് ഗാർഡനിലെ വിശേഷങ്ങൾ. നമ്മളിതേ റീപ്ലാന്റ് ചെയ്ത കാന്താരിച്ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ചട്ടി നിൽക്കുന്ന പുതിന, ഡ്രം മുറിച്ചതിൽ കിളിർപ്പിച്ച് നിർത്തിയിരിക്കുന്ന പുതിന, നമ്മുടെ ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസിൻ്റെ ചട്ടിയിൽ കള പിടിച്ചു തുടങ്ങി. പൂക്കളുണ്ട്. പിന്നെ ഈ ഓർക്കിഡ് റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കളിങ്ങനെ ഒരിക്കലും നിവർന്ന് നിൽക്കത്തില്ല. ഇപ്പം 1-2-3 പൂക്കളേ ഉള്ളൂ. എന്നാലും ഇങ്ങനെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ കുനിഞ്ഞ് കിടക്കും. ഒരെണ്ണ ഉള്ളെങ്കിൽ പോലും അത് നിവർന്ന് നിൽക്കത്തില്ല. അപ്പോൾ താങ്ക് യു. ഇതൊക്കെയാണ് നമ്മുടെ ടെറസ് ഗാർഡനിലെ വിശേഷങ്ങൾ.